ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു മോഡൽ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. കുർത്തി ചെയ്യാൻ ഞാനിവിടെ 3 മീറ്റർ റയോൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കുർത്തിയുടെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്യാം. 15 ഇഞ്ച് ലെങ്ത്തിൽ തുണി 4 ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കണം. ഇനി ആദ്യം ഷോൾഡർ ഒരു 6 ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കിനി ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 7 ഇഞ്ചിലാണ് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ 2 പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അടുത്തതായി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 11 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടോപ്പ് പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് 15 ഇഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ 2 പോയിൻറ്റ്സും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ലൈനിൽ താഴെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ വരച്ചു കൊടുക്കണം. ടോപ്പിൻ്റെ 2 സൈഡും തൂങ്ങി പോവാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് ആം ഹോൾ കർവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ലൈനിലൂടെ നമുക്ക് ടോപ്പ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് 2 മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ തന്നെ ബോട്ടം പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായി 35 ഇഞ്ച് വീതിയും 32 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് 2 മടക്കിയിട്ട് ഇതിൻ്റെയും സെൻറ്റർ കട്ട് ചെയ്തിട്ട് തുണി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ബോട്ടം പാർട്ടും 2 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസിലും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ 4-5 പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ബോട്ടം പാർട്ടും ടോപ്പ് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അതിന് ടോപ്പ് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ 2 പീസും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ പ്ലാക്കറ്റ് വെച്ച് കൊടുക്കാൻ 3 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലൊരു പീസ് തുണി മുറിച്ചെടുക്കണം. ടോപ്പിൻ്റെ സെയിം ലെങ്ത്തിൽ വേണം ഈ ഒരു സ്ട്രിപ്പ് മുറിച്ചെടുക്കാൻ. ഇനി നമുക്ക് ടോപ്പ് പാർട്ടിൻ്റെ ഒരു സൈഡിൽ സ്ട്രിപ്പ് ഇതുപോലെ ചേർത്ത് വെച്ച് 1/2 ഇഞ്ചിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്ട്രിപ്പ് ഒന്ന് മടക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് പുറത്തേക്ക് ഇതുപോലെ വെച്ച് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ 2 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രിപ്പ് മുറിച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു സ്ട്രിപ്പും ഇതുപോലെ ടോപ്പ് പാർട്ടിൽ ചേർത്ത് വെച്ച് 1/2 ഇഞ്ചിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ട്രിപ്പ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ 2 പീസും ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഷോൾഡറിന് ഒരു 30 ഇഞ്ച് താഴേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം വരെ മാത്രം നമ്മൾ ടോപ്പ് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ 2 പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ 30 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ടോപ്പ് പാർട്ടിൻ്റെ താഴെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുർത്തിയുടെ ബാക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് തുണി ഇതുപോലെ 2 മടക്കി ഇട്ട് കൊടുക്കാം.
ആദ്യം നമുക്ക് ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 32 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഫ്രണ്ട് ബോട്ടം കട്ട് ചെയ്ത് കൊടുത്തത്. അതേ ലെങ്ത്തിൽ തന്നെ വേണം ബാക്ക് പാർട്ടും നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ബോട്ടം പാർട്ടിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 18 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് ടോപ്പ് പാർട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിലൂടെ നമുക്ക് നമ്മുടെ ബോട്ടം പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാക്ക് ബോട്ടം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെയും ബോട്ടം പാർട്ടും ടോപ്പ് പാർട്ടും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. രണ്ട് സ്ലീവ് ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ആം ഹോൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ആം ഹോൾ ലെങ്ത്ത് കൊടുത്തത് 7 ഇഞ്ചായിരുന്നു. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ ലെങ്ത്തിനോട് 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് ഞാനിവിടെ 9 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി തുണിയുടെ ഓപ്പൺ സൈഡിൽ ആം ഹോൾ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് വരച്ചെടുക്കാം. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. സ്ലീവ് വിഡ്ത്ത് 5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 6 ഇഞ്ചിലാണ് ഞാനിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വരച്ചെടുത്ത ഷേപ്പിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൽ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഞാനൊരു 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിട്ട് 6 ഇഞ്ചും ലെങ്ത്ത് വന്നിട്ട് 12 ഇഞ്ചും ആണ്. ഇനി സ്ലീവ് ഒന്ന് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഈ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 സ്ലീവ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുർത്തിയുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ ഞാനിവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചിലാണ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്ത് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഞാനിവിടെ യൂനക്കാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ടാപ്പ് ഇതുപോലെ കോർണറിൽ വെച്ചിട്ട് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റിലൂടെ നെക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ 1 ഇഞ്ച് ഇതുപോലെ നെക്ക് ലൈനിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിന്റുകളൊന്ന് യോജിപ്പിച്ച് റൗണ്ടിൽ വരച്ചെടുക്കാം. എന്നിട്ട് ഈ ലൈനുകളിലൂടെ വേണം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നെക്ക് വിഡ്ത്ത് നമുക്ക് 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്തും ഞാനിവിടെ 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. നെക്ക് നമുക്ക് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് കോർണറിൽ വെച്ചിട്ട് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മാർക്കിലൂടെ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നെക്ക് ലൈനിൽ ടാപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. ശേഷം ഈ ലൈനുകളിലൂടെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ 2 ക്യാൻവാസും കട്ട് ചെയ്ത് തുണിയിൽ അയൺ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശം ഇതുപോലെ മടക്കി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ ആദ്യം കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ സെൻറ്ററിലായി ക്യാൻവാസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ 2 നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നെക്കൊന്ന് ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. രണ്ട് നെക്കിൽ നമുക്കിതുപോലെ ചെറിയ ചെറിയ കട്ട്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് 2 നെക്കും കിട്ടുന്നതാണ്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുർത്തിയുടെ ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഷോൾഡറും ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തിയിൽ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും സെൻറ്ററിൽ ഇതുപോലെ ചേർത്ത് വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 സ്ലീവും കുർത്തിയിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തിയുടെ 2 സൈഡും ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ അറ്റം മുതൽ കുർത്തിയുടെ അടിവശം വരെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടിവശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുർത്തി ഇവിടെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തി കുറച്ച് അട്രാക്റ്റീവായി കാണാൻ ഇതുപോലെ 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്